ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇതെൻ്റെ ഒരു ജെന്യൂൻ റിവ്യൂ വീഡിയോ ആണ്. കാര്യം എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസ്സി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രിസ്സി ഞാൻ എങ്ങനെ മാറ്റി എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ ഇരുന്നത്. അപ്പോൾ അതൊന്ന് മാറി ഇപ്പോൾ കുറച്ച് മാറി വേവി ഹെയർ ആയിട്ട് മാറി. നമുക്ക് നാച്ചുറലി എങ്ങനെ ഇത് മാറ്റാം, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നാച്ചുറലി മാറ്റാമെന്നാണ്. അപ്പോൾ നമുക്ക് പലതരം ടെക്നിക്സ് ഉണ്ട്, പല രീതികളുണ്ട്. ചിലതൊക്കെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഫ്രിസ് ഹെയർ മാറ്റാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ രീതികൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുളിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് കുളിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എന്നും കുളിക്കാൻ പാടില്ല. ഡെയിലി കുളിക്കുന്നത് ഒഴിവാക്കിയിട്ട് 1-2 ഇടവിട്ട് കുളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിലിംഗ് ആണ്. അപ്പോൾ വീക്ക്ലി 1 ഡേ ഹെയർ ഓയിൽ ചെയ്യുന്നതാണ് ബെറ്റർ. എന്നും ഹെയർ ഓയിൽ ചെയ്യരുത്, മുടിക്ക് അത് നല്ലതല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മുടി ഒരിക്കലും ഇങ്ങനെ കോതരുത്, ഓക്കെ, ചീകരുത്. ഓക്കെ, കാര്യം കൂടുതൽ ഫ്രിസ് ഹെയർ ആയിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ, അല്ലാതെ ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഹെയർ എപ്പോഴും നമുക്ക് പതിയെ തഴുകി വേണം ഹെയർ നോക്കാൻ. പിന്നീട് ഹീറ്റ് ടൂൾസാണ്. നമ്മൾ ഒരിക്കലും ഹെയർ ഹീറ്റ് ടൂൾസ്, ഈ ഹെയർ പ്രൊട്ടക്റ്റർ ഉണ്ടല്ലോ, പ്രൊട്ടക്റ്റിംഗ് സിറംസ് ഉണ്ട്, സ്പ്രേസ് ഉണ്ട്, അതൊന്നും ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യരുത്. വീണ്ടും നമ്മുടെ ഹെയർ ഫ്രിസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇതൊക്കെ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ നമുക്ക് പതിയെ നമ്മുടെ ഹെയർ മാറ്റങ്ങളുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മുടി കട്ട് ചെയ്യുന്നതാണ്. 3 മാസം കൂടുന്തോറും നമ്മുടെ ഹെയർ കട്ട് ചെയ്യണം, ട്രിം ചെയ്യണം. ഓക്കെ, ട്രിം ചെയ്താൽ മതി, ആ തുമ്പ് മാത്രം. അപ്പോൾ ഹെയർ എങ്ങനെയാണ് നോർമലി എൻ്റെ ഹെയർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് മാറ്റി ആ ക്ലിപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. 3 മന്ത്സ് കൂടുന്തോറും ഞാൻ കട്ട് ചെയ്യാറുണ്ട്. കട്ട് ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര മോശമാണ് ഹെയർ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ ചെറുതായിട്ട് ലെയർ കട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു വോളിയം നമ്മുടെ ഹെയറിന് കിട്ടുകയും ആൻഡ് ഓൾസോ ഒരു എക്സ്ട്രാ ഒരു എനർജി നമ്മുടെ ഹെയറിന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ സ്റ്റൈൽസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ 3 മന്ത്സ് നിങ്ങൾക്ക് ഹെയർ കട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രിസ് നമുക്ക് എങ്ങനെയൊക്കെ അധികം കുറയ്ക്കാമെന്നാണ്. ഇനി നാച്ചുറലായിട്ടുള്ള കുറച്ച് രീതിയും കൂടെ ഉണ്ട്. ഈ ആലോവേരയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് നമ്മൾ ഈ ഹെയർ ബാത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സിറം യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ആൻറ്റി ഫ്രിസ് സിറമാണ്, പ്ലമ്മിൻ്റെ ആണ്. ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി കുറച്ച് ഷാമ്പൂ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ആണ് ഇത്, ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയർ ഫെയർ റെസ്റ്റോറിങ്. ഇത് കണ്ടീഷണറാണ്. കണ്ടീഷണറും ഷാമ്പൂവിൻ്റെയും കുറച്ച് രീതിയുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന്. ഫ്രിസ്സി ഹെയർ ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ യൂസ് ചെയ്യണം. സത്യത്തിൽ നോർമൽ രീതിയിൽ ഷാമ്പു യൂസ് ചെയ്തിട്ടല്ല യൂസ് ചെയ്യേണ്ടത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഒരു റിവേഴ്സ് ടെക്നിക് രീതിയിൽ കണ്ടീഷണർ വേണം ആദ്യം യൂസ് ചെയ്യാൻ. നമ്മുടെ കണ്ടീഷണർ ആദ്യം യൂസ് ചെയ്ത് ശേഷം മാത്രമേ ഷാമ്പു യൂസ് ചെയ്യുള്ളൂ. കാര്യം ഷാമ്പു എക്സ്ട്രാ ഓയിൽ നമ്മുടെ ഹെയറിൽ നിന്ന് എടുത്ത് കളയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടീഷണർ യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാൻ. അപ്പോൾ റിവേഴ്സ് രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. അത് മറക്കരുത്, എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഫ്രിസി ഹെയർ ആയിട്ടുള്ളവരുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളൊരു റിവേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഞാൻ ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ ഇപ്പം യൂട്യൂബ് ഒന്ന് നേരെ കൊണ്ടുപോയിട്ട്. അതിന് മുന്നേ ഞാൻ യൂട്യൂബ് ഒന്നും അങ്ങനെ നേരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. ഓക്കെ.